വയനാട് സുഗന്ധഗിരിയിൽ റോഡ് നിർമ്മാണം തടഞ്ഞ് വനംവകുപ്പ് 1,43,00,000 രൂപ വകയിരുത്തിയ അംബ സ്കൂൾ കോളനി റോഡ് നിർമ്മാണം വനംവകുപ്പ് തടഞ്ഞു. സുഗന്ധഗിരി മരമുറിക്കൽ വിഷയത്തിൽ വനംവകുപ്പ് പ്രതിക്കൂട്ടിലായതിന്റെ പ്രതികാര നടപടിയാണ് ഇതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതേസമയം അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് നിർമ്മാണം നിർത്തിവെപ്പിച്ചത് എന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച DFO യോഗം വിളിച്ചിട്ടുണ്ട്. 2018 പ്രളയത്തിൽ തകർന്നതാണ് സുഗന്ധഗിരിയിലെ അംബ സ്കൂൾ കോളനി റോഡ്. നിർമ്മാണം തുടങ്ങിയത് കഴിഞ്ഞ നവംബറിൽ. ഇപ്പോൾ വനം വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെട്ടിരിക്കുകയാണ്. സുഗന്ധഗിരി മരമുറി കഴിഞ്ഞ പിന്നെയാണ് ഇതുപോലത്തെ സ്റ്റേ ഓർഡറുകൾ വരുന്നത്. എന്താണ് അങ്ങനെ വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പ്രതികാരം എന്നല്ലേ ഇതിന് പറയാൻ പറ്റുള്ളൂ. ഇതിന് പ്രതികാരം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പൊതുജനങ്ങളെ കഷ്ടപ്പെടുന്ന പ്രതികാരമല്ലേ ഇത്. ഞങ്ങൾ അറിയുന്നില്ലല്ലോ. അല്ലെ ജനങ്ങളെ മരം മുറിക്കുക, ജനങ്ങൾ എന്തെങ്കിലും ചെയ്യുക, അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് മരമുറിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ഇതാണ്. അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഇവിടെ വന്നു. അയാൾ നമ്മൾ ചോദിക്കുന്നതിന് മറുപടി ആയിട്ട് പറയാൻ നേരമില്ല. അയാൾ ഉരുണ്ട് കളിക്കാണ് ഇവിടെ നിന്ന്. 2018 പ്രളയത്തിൽ ഇവിടെയുണ്ടായിരുന്ന റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു. 1,43,00,000 രൂപ വകയിരുത്തിയാണ് അംഗൻവാടിയും സ്കൂളും അടക്കം ഉൾപ്പെടുന്ന മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയത്. 2 കിലോമീറ്ററാണ് റോഡിന്റെ നീളം. നിർമ്മാണം കഴിഞ്ഞ നവംബർ 14 തുടങ്ങിയത്. ഒരു കലുങ്ക് നിർമ്മിച്ചു. ചില നിർമ്മാണങ്ങളും മുന്നോട്ട് പോയി. ഒരു പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് വനം വകുപ്പ് നിർമ്മാണം തടഞ്ഞിട്ടത്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും എല്ലാ വർക്കുകളും സ്റ്റേ ചെയ്യുകയാണ് ഇപ്പോൾ. അതിൽ പിന്നെ ഇപ്പോൾ ഈ റോഡും ഫോറസ്റ്റിൻ്റെ സ്റ്റോപ്പ് മെമ്മോ കൊണ്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ കലുങ്കിൻ്റെ പണി പകുതിയോളമായി. അപ്പോഴാണ് സ്റ്റേ വന്നിരിക്കുന്നത്. ഇതോടെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. സുഗന്ധഗിരി മരമുറിയുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രതികാര മനോഭാവമെന്ന് ഇവിടുത്തുകാർ ആരോപിക്കുന്നു. അവർ മരം മുറിക്കോ ഒക്കെ മരം കയറ്റി കൊണ്ടുപോകും. അതിലൊന്നും ഞങ്ങൾ ഉത്തരവല്ല. ഇത് എങ്ങനെ ചെയ്ത് ആര് ചെയ്തു എന്ന് നമുക്കൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ ഇവർ ചെയ്ത് കഴിഞ്ഞാലേ ഞങ്ങളിവിടെ താമസിക്കുന്നവർ ചക്ക ഇവിടെ പോകണം. എന്നാൽ കൃത്യമായ രേഖകൾ പഞ്ചായത്ത് നൽകിയില്ലെന്നാണ് വനംവകുപ്പിന്റെ വാദം. വനംവകുപ്പിന്റെ ഇടപെടൽ മൂലം പല പദ്ധതികളും സുഗന്ധഗിരിയിൽ തടസ്സപ്പെടുകയാണെന്ന് പഞ്ചായത്ത് അധികൃതരും വിശദീകരിക്കുന്നു. വിഷയത്തിൽ DFO ചൊവ്വാഴ്ച പഞ്ചായത്ത്, റവന്യൂ, ട്രൈബൽ വകുപ്പുകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് സൂചന. അല്ലാത്തപക്ഷം സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. റോഡ് പണി തടസ്സപ്പെടുത്താൻ കാരണം സാങ്കേതിക പ്രശ്നങ്ങളെന്ന് വനം വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സുഗന്ധഗിരി മരമുറിയുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരോട് പ്രതികാരം ചെയ്യുകയാണെന്നാണ് ഇവിടെ നിന്നും ഉയരുന്ന ആക്ഷേപം. മനു ദാമോദരനൊപ്പം സുഗന്ധഗിരിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24.